ലൈഫ് ഒരു ബസ് യാത്രയാണെന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. ഈ ജേണിയിൽ പലരെയും നാം കണ്ടുമുട്ടും. ചിലരൊക്കെ വെറുതെ കണ്ടു കടന്നു പോകും, ചിലരൊക്കെ ആയിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കും. എന്നാൽ വേറെ ചിലരുണ്ട്, കണ്ടുമുട്ടിയ ടൈം മുതൽ വാക്കുകൊണ്ടെങ്കിലും വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ചിലർ. അറിഞ്ഞോ അറിയാതെയോ ദൈവമേ അയാൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഇനിയും ആവരുത് എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിലർ. 1 മൈൽ ദൂരം കൂടെയെങ്കിലും അയാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിപ്പിക്കുന്ന ചിലർ. റെവറൻഡ് ഡോക്ടർ ചാക്കോ പുത്തമ്പുരയ്ക്കൽ അച്ഛൻ ദീർഘവീക്ഷണമുള്ള ക്രാന്തദർശി, 2ൽ കൂടുതൽ പതിറ്റാണ്ടിൻ്റെ സന്യാസവര്യൻ, കഠിനാധ്വാനത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പര്യായം. കനപ്പെട്ട ഈ തലക്കെട്ടുകളെ ശുശ്രൂഷ എന്ന പദത്തിൻ്റെ നിസ്സാര വ്യാഖ്യാനമാക്കി മാറ്റിയ മനുഷ്യൻ. വൈദിക വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച ദൗത്യങ്ങൾ എത്ര വലുതായിരുന്നു. ആത്മീയ പിതാവായും ആനിമേറ്ററായും അധ്യാപകനായും പ്രസിഡൻറ്റും ഒടുവിൽ റെക്ടറച്ചനുമൊക്കെയായി ചെയ്ത നിസ്തുല സേവനങ്ങൾ എത്ര ബൃഹത്തായിരുന്നു. കാർമൽഗിരിയുടെ മണ്ണിനെ മനോഹരമാക്കുവാൻ അങ്ങയുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ വരച്ച സുന്ദര ചിത്രങ്ങളും, സമുദായത്തെ അറിയുക വഴി സമുദായത്തെ വികസനത്തിന് വിധേയമാക്കുക എന്ന ഉത്തമ ബോധ്യത്തോടെ ആരംഭിച്ച റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും, അറിവിൻ്റെയും ആലോചനയുടെയും ആത്മവളർച്ചയുടെയും ഇടമായിരിക്കണം സെമിനാരി എന്ന നിർബന്ധത്തോടെ പൂർത്തീകരിച്ച ആഡം വായനശാലയുടെ നിർമ്മാണവും. ചരിത്രത്തെ അറിയുക അല്ലെങ്കിൽ ചരിത്രബോധമുള്ളവർ ആകുക എന്നത് തന്നെ അറിയുകയാണെന്ന ഉൾവിളിയോടെ സമാഹരിച്ച അമൂല്യ ശേഖരങ്ങൾ സൂക്ഷിക്കുന്ന മ്യൂസിയവും എല്ലാം ആ കനപ്പെട്ട തലക്കെട്ടുകൾക്ക് ഉൾക്കൊള്ളാൻ പോരുന്നതല്ല. പ്രിയപ്പെട്ട ചാക്കോച്ച, ഈ യാത്രയിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോവുകയാണ്. ദൈവമേ, അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഇനിയും ആവരുതേ എന്ന്.